ഡെർമാക്കോന്റെ വിറ്റാമിൻ സി സെറത്തിന്റെ സെറം അപ്ലൈ ചെയ്യും. അത് കഴിഞ്ഞിട്ട് കുറച്ച് മോയ്സ്ചറൈസറും. ഇത് യൂസ് ചെയ്തിട്ടുള്ള റിസൾട്ട് എങ്ങനെ സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ആർക്കൊക്കെ ഈ സെറം യൂസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹായ് ഗൈസ്, അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഡെർമാക്കോന്റെ വിറ്റാമിൻ സി സെറത്തിന്റെ ഒരു ചെറിയ റിവ്യൂ ആണ്. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. വിറ്റാമിൻ സി എന്ന് പറയുന്നത് നമ്മളുടെ സ്കിന്നിനെ ഒന്ന് ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഗ്ലോ നൽകാനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സ്കിന്നത്തെ ഡാർക്ക് സ്പോട്ട്സും കാര്യങ്ങളൊക്കെ പോവുകയും നമ്മളെ സ്കിന്നിൻ്റെ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഈ ഒരു സെറത്തിൽ 10% വിറ്റാമിൻ സിയും പിന്നെ ഹൈലറോണിക് ആസിഡ് ഒക്കെ ഉണ്ട്. ഹൈലറോണിക് ആസിഡ് വെച്ചാൽ നമ്മളെ സ്കിന്നൊന്ന് ഹൈഡ്രേറ്റ് ആക്കി വെക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. ഈ ഒരു സെറത്തിന്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വാട്ടറി ജെൽ ടെക്സ്ചർ ആണ് വരുന്നത്. നമുക്കിപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് ഫേസിൽ അബ്സോർബ് ആവും. വലിയ സ്മെല്ലോ ഭയങ്കര ഹാർഡായിട്ടുള്ള സ്മെല്ലോ കാര്യങ്ങളൊന്നുമില്ല. ഭയങ്കര മൈൽഡ് ആയിട്ടുള്ളൊരു സ്മെല്ലാണുള്ളത്. ഞാൻ ഈ ഒരു സെറം എങ്ങനെ യൂസ് ചെയ്ത് വെച്ചാൽ രാവിലെ എഴുന്നേറ്റ് മുഖമൊക്കെ ഒന്ന് ഫേസ് വാഷ് ഇട്ട് കഴുകിയതിന് ശേഷം ഈ സെറം അപ്ലൈ ചെയ്യും. അത് കഴിഞ്ഞിട്ട് കുറച്ച് മോയ്സ്ചറൈസറും പിന്നെ സൺസ്ക്രീനും ഇടും. അപ്പോൾ ഈ ഒരു സെറം നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും സൺസ്ക്രീൻ ഇടണം. സൺസ്ക്രീൻ ഇടാതെ പുറത്തിറങ്ങരുത്, അത് മസ്റ്റാണ്. ഇത് യൂസ് ചെയ്തിട്ടുള്ള റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു 1 വീക്സ് എനിക്ക് പ്രത്യേകിച്ചൊരു മാറ്റം തോന്നിയില്ല. പിന്നെ പതുക്കെ കുറച്ചൊന്ന് ഫേസ് ഒന്ന് ബ്രൈറ്റ് ആവുന്ന പോലെ ആ ഒരു ഡൾനെസ് ഒക്കെ ഒന്ന് കുറയുന്ന പോലെ എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ അതേ ടൈം തന്നെ എൻ്റെ സ്കിൻ ഓൾറെഡി ഓയിലി സ്കിന്നാണ്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പം ഒന്നും കൂടെ ഓയിലി ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഫേസ്. എന്നിട്ട് ഞാനൊരു 1 മന്ത് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ചേഞ്ച് ഉണ്ടായിരുന്നു. എൻ്റെ ഡൾനെസ് ഒക്കെ മാറി ചെറുതായിട്ട് ഫേസ് ഒന്ന് ബ്രൈറ്റ് ഒക്കെ ആവുന്നുണ്ടായിരുന്നു. ബ്രൈറ്റ് ആവുക എന്ന് വെച്ചാൽ ഭയങ്കര വെളുത്തിട്ട് പാറല്ല, അങ്ങനെയല്ല, ചെറിയൊരു ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ പിമ്പിൾ മാർക്സ് കുറയ്ക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതെനിക്ക് തോന്നിയിട്ടില്ല. കാരണം എൻ്റെ മുഖത്ത് ഓൾറെഡി കുറേ പിമ്പിൾസ് ഉണ്ടായിരുന്നു. പിമ്പിൾസ് വന്ന് പോയിട്ടുള്ള എൻ്റെ കുറേ പാടുകളുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അങ്ങനെ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. പക്ഷെ ബ്രൈറ്റ് ആയിട്ടുണ്ട്. അത് ചെറിയ രീതിക്ക് എന്താ പറയുക, ഫേസ് ഒന്ന് ബ്രൈറ്റ് ആക്കി നമ്മളെ ഡൾനെസ് ഒക്കെ ഒന്ന് കുറച്ചിട്ടുണ്ട്. ഈ ഒരു സെറം യൂസ് ചെയ്തിട്ട് എനിക്ക് പ്രത്യേകിച്ച് സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്താൽ മതി. ചിലവർക്ക് എന്താ പറയുക, ഒരു ബേണിങ് എഫക്റ്റ് ഒക്കെ തോന്നാറുണ്ട്. ആർക്കൊക്കെ ഈ സെറം യൂസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിലി സ്കിന്നുകാർക്കും അതുപോലെ തന്നെ കോമ്പിനേഷൻ സ്കിന്നുകാർക്കും ഡ്രൈ സ്കിന്നുകാർക്കും ഒക്കെ ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഒരു ബിഗിനേഴ്സിന് പറ്റിയൊരു ഓപ്ഷനാണ് ഈ ഒരു സെറം. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അഫോർഡബിൾ ആണ്. ഭയങ്കര എന്താ പറയുക, റേറ്റോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ളൊരു റേറ്റിനാണ് കിട്ടുന്നത്. അതാണ് ഞാൻ ആദ്യം തന്നെ ഈ സെറം വാങ്ങിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം. മൊത്തത്തിൽ നോക്കിയാൽ ഈ ഒരു സെറം നല്ലൊരു ഓപ്ഷനാണ്. ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ നല്ല രീതിക്ക് പേഷ്യൻസ് വേണം. ഇന്ന് യൂസ് ചെയ്ത് നാളെ റിസൾട്ട് വേണമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. പേഷ്യൻസോടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും. ബിഗിനേഴ്സിന് പറ്റിയ ഒരു ഓപ്ഷനാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സെൻസിറ്റീവ് സ്കിന്നുള്ള ആൾക്കാരൊക്കെ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.